നമസ്കാരം, കിസ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ജോബിൻ ജോർജ്, ഇക്കണോമിക്സ് അധ്യാപകൻ. പ്രധാന വാർത്തകൾ. സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിൻ്റെ നേതൃത്വത്തിൽ മാലിന്യ സംസ്കരണ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിൻ്റെ നേതൃത്വത്തിൽ പ്ലാസ്റ്റിക് മാലിന്യ സഹിതമുള്ള മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള മാർഗങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി മാലിന്യ സംസ്കരണ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഹരിതകർമ്മ സേനാംഗമായ സന്ധ്യ ക്ലാസ് എടുത്തു. കൃത്യമായ മാലിന്യ സംസ്കരണത്തിലൂടെ മനുഷ്യനെയും പ്രകൃതിയെയും സംരക്ഷിക്കാൻ സാധിക്കും എന്ന് അവർ പറഞ്ഞു. +2 കൊമേഴ്സിൽ നിന്ന് ആദരിച്ചു. പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ കരം പിടിക്കുന്നു. ആദ്യത്തിന് വീടൊരുങ്ങും. കിസ്മ സ്കൂളിലെ +2 വിദ്യാർത്ഥിയായ ആദിത്യന് ഇനി അടച്ചുറപ്പുള്ള വീട്ടിൽ കിടന്നുറങ്ങാം. പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ആദിത്യന് വീടൊരുക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. മുട്ടപ്പള്ളി സ്വദേശിയായ ആദിത്യന് സ്വന്തമായി അമ്മ മാത്രമേ ഉള്ളൂ. പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ പ്രസിഡന്റ് രാജീവ് വർഗീസ് ആദിത്യൻ ഇപ്പോൾ താമസിക്കുന്ന വാടക വീട്ടിലെത്തി കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു. ക്രിസ്തുമസോട് കൂടി വീട് പൂർത്തിയാക്കി കൊടുക്കണം എന്നാണ് ആഗ്രഹം എന്ന് അദ്ദേഹം പറഞ്ഞു. ആദിത്യന് വീടൊരുക്കുന്നതിന് വേണ്ടി സഹായിക്കാൻ താല്പര്യമുള്ളവർ 98 47 68 06 00 എന്ന നമ്പറിൽ വിളിക്കുക. +2 കൊമേഴ്സിൽ നിന്നും അശ്വിൻ കെ അനീഷ്. 6 കുഞ്ഞുങ്ങൾക്ക് ആട്ടിൻകുട്ടികളെ നൽകി ഓണത്തിനൊരു കുഞ്ഞാട് പദ്ധതി. പുനർജനി പ്രൊജക്ടിൻ്റെ ഭാഗമായി ആവിഷ്കരിച്ച ഓണത്തിനൊരു കുഞ്ഞാട് പദ്ധതിയിലൂടെ 6 കുട്ടികൾക്ക് സ്വയം പര്യാപ്തത നേടും. LP തലം മുതൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള 6 കുട്ടികളെയാണ് ഗുണഭോക്താക്കളായി തിരഞ്ഞെടുത്തത്. മുന്തിയ ഇനം ആടുകളെ ഇൻഷുറൻസ് കവറേജോടുകൂടിയാണ് കുട്ടികൾക്ക് നൽകുക. അടുത്ത ഓണത്തിന് ഒരു പെണ്ണാട്ടിൻകുട്ടിയെ സ്കൂളിന് തിരികെ നൽകണം എന്ന കരാർ രക്ഷിതാക്കളിൽ നിന്നും എഴുതി വാങ്ങിയിട്ടുണ്ട്. ഫ്രണ്ട്സ് സംഘം മൂലക്കയം, വലിയവട്ടം താവളം EDC, ബിബിൻ തങ്കച്ചൻ കൊട്ടാരക്കര, വാസുദേവൻ പിള്ള കാഞ്ഞിരക്കാട്ട്, ജോസ് കറിയ തുലാപ്പള്ളി, യാമിനി നായർ ഇന്ത്യൻ എക്സ്പ്രസ്, സുബിൻ മാത്യു മണിപ്പുഴ, സിബിൻ മാത്യു പത്തനംതിട്ട എന്നിവരാണ് ആർട്ടിനെ സ്പോൺസർ ചെയ്തത്. +2 ഹ്യൂമാനിറ്റീസിൽ നിന്നും ബിബിൻ സേവ്യർ. മനസ്സുകൊണ്ട് വയനാടിനൊപ്പം ആഘോഷങ്ങൾ ചുരുക്കി കിസ്മ സ്കൂൾ. ഓണാഘോഷം പരമാവധി ചുരുക്കി കിസ്മ സ്കൂൾ. അത്തപ്പൂക്കള മത്സരം മാത്രം നടത്തി ആഘോഷങ്ങൾ അവസാനിക്കേണ്ടി വന്നതിൽ കുഞ്ഞുങ്ങൾക്ക് നിരാശയില്ല. അവരുടെ മനസ്സിൽ വയനാട് ഒരു കനലാണ്. സ്കൂളിൽ പാചകജോലി ചെയ്യുന്ന പെണ്ണമ്മ, സഹായി മോളി, സ്കൂൾ ബസ് ഡ്രൈവർ വിനോദ്, കുഞ്ഞുങ്ങൾ സ്ഥിരം വരുന്ന പ്രൈവറ്റ് ബസ്സിലെ ഡ്രൈവർമാർ, കണ്ടക്ടർമാർ എന്നിവർക്കെല്ലാം ഓണക്കോടി വിതരണം ചെയ്ത് അവർ മാതൃകയായി. +2 കൊമേഴ്സിൽ നിന്നും ജോയൽ യോഹന്നാൻ. വാർത്തകൾ അവസാനിക്കുന്നില്ല. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.